വയനാടൻ കാടുകളിലെ ആ ചോരയുടെ മണം ഇന്നും മാറിയിട്ടില്ല. മലമുകളിലെ പാറക്കെട്ടുകളിൽ ഇന്നും തങ്ങി നിൽക്കുന്ന ഈങ്കുലാബിൻ്റെ ഒച്ച ഇപ്പോഴും അവരെ ആവേശം കൊള്ളിക്കാറുണ്ട്. അവർക്ക് വേണ്ടി കിരാതഭരണത്തോട് മുട്ടി ജീവൻ വെടിഞ്ഞ അവരുടെ പെരുമൻ്റെ പുതുപ്പള്ളി വർഗീസിൻ്റെ ഓർമ്മകൾ അവർക്ക് ഇന്നും അഭിമാനവും ആവേശവുമാണ്. നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. പുൽപ്പള്ളി വർഗീസിൻ്റെ വീരകഥകൾ കേട്ടാണ് വയനാട്ടിലെ ഓരോ ആദിവാസി കുട്ടിയും വളർന്നു വരുന്നത്. ആ ജ്വലിക്കുന്ന ഓർമ്മകൾ അവർക്ക് നൽകുന്ന ആവേശം ചെറുതല്ല. വർഗീസിൻ്റെ വീരകഥകൾ കേട്ടാണ് മന്ത്രി OR കേളുവും JRP നേതാവ് CK ജാനുവും അവരുടെ ബാല്യം പിന്നിട്ടത്. അത് അവരുടെ ചോരയ്ക്ക് പകർന്ന ചൂട് ചെറുതുമല്ല. പക്ഷേ ഇവരുടെയൊക്കെ യൗവനം എത്തിയപ്പോഴേക്കും വർഗീസിൻ്റെ പ്രസ്ഥാനം തന്നെ വയനാട്ടിൽ ഇല്ലാതായി. എങ്കിലും വർഗീസിൻ്റെ ഓർമ്മകളും അയാൾ പടർത്തിവിട്ട ചിന്തകളും കേളുവിനെയും ജാനുവിനെയും അതുപോലെ ആദിവാസി വിഭാഗത്തിലെ ഓരോ കുട്ടിയെയും സ്വാധീനിച്ചിട്ടുള്ളത് കുറച്ചൊന്നുമല്ല. മല കയറി വരുന്ന വെളുത്ത മനുഷ്യരുടെ ശരീരത്തിന് മാത്രമേ വെളുപ്പുള്ളെന്നും മനസ്സിരുണ്ടതാണെന്നും അവരെ പഠിപ്പിച്ചതും വർഗീസിൻ്റെ കഥകളാണ്. തങ്ങളുടെ വംശത്തിൻ്റെ മോചനത്തിന് തങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങിയേ പറ്റൂ എന്ന ബോധം അവരിലുണ്ടാക്കാനും വർഗീസിനെ പറ്റിയുള്ള ചിന്തകൾ അവർക്ക് പ്രേരിതമായി. അതാണ് മന്ത്രി കേളുവിനെ ചുവന്ന കൊടിയിലേക്ക് ആകർഷിച്ചത്. പാർട്ടിയുടെ പോസ്റ്റർ ഒട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും തൻ്റെ വംശത്തെ CPMലേക്ക് അടുപ്പിച്ചും നടന്നപ്പോഴൊന്നും MLA ആകുമെന്നോ മന്ത്രിയാകുമെന്നോ ഒന്നും കേളു ചിന്തിച്ചിരുന്നില്ല, ആഗ്രഹിച്ചിരുന്നുമില്ല. ഇടതുമുന്നണിയുടെ നീരൊഴുക്കിൽ 2016 മുൻ മന്ത്രി ജയലക്ഷ്മിയെ തോൽപ്പിച്ചാണ് കേളു ആദ്യം MLA ആയത്. 2021 ഇത് ആവർത്തിച്ചു. അരികുവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ആദിവാസി വിഭാഗത്തിന് ഒരു മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടായിരുന്നെങ്കിലും പാർട്ടി ആദ്യം കേളുവിനെ അവഗണിച്ചു. പിന്നീട് 2024 പാർലമെൻറ്റ് ഇലക്ഷനിൽ മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണൻ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് കേളു മന്ത്രിസഭയിലെത്തിയത്. മന്ത്രിസഭയിൽ വലിയ വിപ്ലവമൊന്നും കാട്ടുന്നുണ്ടെന്ന് കേളു പോലും അവകാശപ്പെടുന്നില്ല. എങ്കിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അനുവദിക്കുന്ന പരിമിതമായ ഫണ്ട് നേരെ ചൊവ്വെ വിനിയോഗിക്കാനും അത് അർഹതപ്പെട്ട കൈകളിലെത്തിക്കാനും മന്ത്രി കേളു ശ്രമിക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷം പോലും സമ്മതിക്കുന്ന കാര്യമാണ്. തങ്ങളുടെ വിഭാഗത്തിന് ഒരാവശ്യം വന്നാൽ അവിടെ ഓടിയെത്തി ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും കേളു ശ്രമിക്കാറുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. കേളുവിനെ പോലെ തന്നെ ഇല്ലായ്മകളുടെ ഈറ്റുനോവ് അനുഭവിച്ചു വളർന്നു വന്നവളാണ് ജാനുവും. സ്വന്തം ജനത അനുഭവിക്കുന്ന അനീതികളിൽ രോഷം പൂണ്ട് വളർന്ന ബാല്യം CK ജാനുവിനെ കൊണ്ടെത്തിച്ചത് മുത്തങ്ങ സമരത്തിലായിരുന്നു. ആ അവകാശ പോരാട്ടത്തിൽ ഉദിച്ചുയർന്ന ഒരു രാഷ്ട്രീയ താരമാണ് CK ജാനു. ഒരുപക്ഷെ KR ഗൗരിയമ്മയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ജയിൽ മർദ്ദനം അനുഭവിച്ചിട്ടുള്ളതും ജാനുവാണ്. അതിൽ നിന്ന് ജാനു ഒരു പാഠം പഠിച്ചു. ഒറ്റപ്പെട്ടു നിന്നുകൊണ്ട് ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ഒന്നും നേടാനാകില്ല. അങ്ങനെയാണ് JRP എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത്. LDFും UDFും അതിനെ സംശയദൃഷ്ടിയോടെയാണ് കണ്ടത്. ഒരു ജനതയെ ഒന്നാകെ തങ്ങളിൽ നിന്ന് അകറ്റാനുള്ള ശ്രമമാണിതെന്ന് അവർ തെറ്റിദ്ധരിച്ചു. അങ്ങനെ ഇരു മുന്നണികളും ജാനുവിനെ അകറ്റി നിർത്തിയപ്പോൾ ജാനുവിൻ്റെ രാഷ്ട്രീയ പാർട്ടി എത്തപ്പെട്ടത് NDAയിലായിരുന്നു. അതുണ്ടാക്കിയ വിവാദങ്ങൾ ചെറുതൊന്നുമായിരുന്നില്ലെന്നുള്ളത് ഇന്നലെ നടന്നതാകാം. NDAയിൽ തുടരുന്ന കാലത്തോളം മോരും മുതിരയും പോലെ വേറിട്ട് നിൽക്കുമെന്ന് തിരിച്ചറിഞ്ഞ ജാനു ഒടുവിൽ അവിടം വിട്ടു. ഒരു ജീവൻ മരണ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന UDF അവരെ സ്വീകരിച്ചു. ഇന്ന് JRP UDFിൻ്റെ അസോസിയേറ്റ് കക്ഷിയാണ്. അസോസിയേറ്റ് ആണെങ്കിലും UDF ജാനുവിന് സീറ്റ് നൽകുമെന്നാണ് അറിവ്. അങ്ങനെയെങ്കിൽ അത് മാനന്തവാടിയായിരിക്കും. ഇത് പട്ടികവർഗ സംവരണ സീറ്റാണ്. CK ജയലക്ഷ്മി ഇവിടെ നിന്ന് ജയിച്ചാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായത്. ഇപ്പോഴിവിടുത്തെ MLA മന്ത്രി OR കേളുവാണ്. ഇത്തവണയും സീറ്റ് കേളുവിന് തന്നെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ കേളുവും ജാനുവും തമ്മിലുള്ള പോരാട്ടമായിരിക്കും അവിടെ നടക്കുക. അത് എല്ലാ രീതിയിലും ഒരു തീപ്പൊരി പോരാട്ടം തന്നെയായിരിക്കും. അതിനൊടുവിൽ 2 വയനാടൻ തീപ്പൊരികളിൽ ഒന്ന് മാത്രമേ സഭയിലെത്തൂ. അത് ജാനുവോ കേളുവോ? നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.